അത് ആക്ച്വലി എന്താണ് അത്? കാര്യം വെച്ചാൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. കാര്യം നിങ്ങൾ നല്ല ജോഡികളായിരുന്നു, നല്ല ജോഡിയായിരുന്നു. പക്ഷേ കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇപ്പം എങ്ങും കാണുന്നില്ല, ചേട്ടന് വലുതായിട്ടുള്ള ഫോട്ടോസ് ഒന്നും കാണുന്നില്ല. എന്താ ചേട്ടാ പറയാനുള്ളത്? കാര്യം ചേട്ടനെ ഫീൽ ചെയ്യുന്നത് മനസ്സിലായി. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സത്യത്തിൽ നമ്മളെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് ചകഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ. അല്ല, എങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം പ്ലീസ്. അല്ല, പറയാൻ പറ്റുന്ന കാര്യം നമ്മളെ ജീവിതത്തിൽ എന്തുണ്ടാവുന്ന ഇതിപ്പോ നമ്മുടെ ജീവിതത്തിൽ അത് നീ തന്നെ പറയുന്നത് ഇപ്പൊ നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അത് ചോദിച്ചിട്ട് അത് എന്താണ് കാരണം, എന്താണ് ഇത് എന്നൊക്കെ ചോദിച്ചു അത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താക്കാനാണ്? കാരണമല്ല, ഇപ്പം മാറി താമസിക്കുകയാണോ, ഡിവോഴ്സ് ആണോ, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ചോദ്യങ്ങൾ. എന്റെ അല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി എനിക്കറിയാം. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഞാൻ മറുപടി പറയുന്നേക്കാളും എന്തിനേക്കാളും ഇതിനേക്കാൾ നമ്മൾ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ മറുപടി ആയിട്ട് അപ്പുറം എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞത് ഇയാളെ ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ചകഞ്ഞ് നോക്കാൻ വേണ്ടി ഒരു സംഘം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവരിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ച് നടക്കുന്നുണ്ട്. ഇവർ ഡിവോഴ്സ് ആയോ ഇതായോ. ഇതിപ്പം അതാ ഞാൻ മുമ്പൊരു ഇന്റർവ്യൂവിന് ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഡിവോഴ്സ് ആയാലും ശരി ഇല്ലെങ്കിൽ ശരി, എന്താ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിപ്പോ ഡിവോഴ്സ് ആയി തന്നെ വെച്ചോ, ഇപ്പൊ ഞാൻ സിംഗിളാണ്, ഫ്രീ ആണ്, ആരെങ്കുണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി സുമുഖനും സൽസ്വഭാവിയും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി നല്ലൊരു അഭിനേതാവുമായ ഫ്രീ ആണ്, ആരെങ്കുണ്ടെങ്കിൽ വേമ്പ. എന്തിനാണോ ഇതൊക്കെ ചോദിക്കുന്നത്? ഇപ്പൊ ചേട്ടനെ ആ ഫോൺ എടുത്തറിഞ്ഞപ്പോ എനിക്ക് ആരെ ഓർമ്മന്നറിയോ? ഷൈൻ ചേട്ടനെ ഓർമ്മ. ഷൈൻ ടോം ചാക്കോ ഏകദേശം എന്താ വെച്ചാല് ഈ പറയുന്ന പോലെ ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ചങ്ങായിയാണത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാനും ഉള്ളത് അങ്ങ് പറയും, മുഖത്ത് നോക്കി പറയും. അതിപ്പോ ദേഷ്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ചോദ്യം എന്ന് വെച്ചാല് കുറെ പേര് എന്തുകൊണ്ടാണ് കുറെ പേർക്ക് എന്നെ കണ്ടുകൂടാ, ദേഷ്യമുള്ള ആൾക്കാരുണ്ട്. എന്താ ഉള്ളത് അങ്ങ് പറയും, തുറന്നു പറയും, ശരി ഇങ്ങനെയാണ് ചെയ്തത് ശരിയല്ല എന്ന് പറയും. അതുപോലെ തന്നെ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഷൈൻ ടോം ചാക്കോ. പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മുടെ ചാനലിന്റെ ഓണാണ് ആള്. അതല്ലേ, ഒരു പ്രാവശ്യം എനിക്ക് ഒന്നിച്ചൊരു ഇത് ചെയ്യണം, ഇന്റർവ്യൂ ചെയ്യണം, നിങ്ങൾ ഡിബേറ്റ് പോലെ. അത് നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ഹൈദരക്ക അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എടുക്കാൻ ഞാൻ പറയാം ഉറപ്പായിട്ടും. ഇപ്പം ചേട്ടാ അതുപോലെ ഇപ്പം ജീവിതത്തിലെ കാര്യം പറഞ്ഞു, അതെന്തോ ആയിക്കോട്ടെ ഹാപ്പൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഒരുവിധപ്പെട്ട എല്ലാവർക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് സംഭവം. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാറി താമസിക്കുകയാണ്, സെപ്പറേറ്റഡ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒന്നും ഞാൻ മൂടി വെക്കേണ്ട കാര്യമോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അല്ലല്ല, നമ്മള് ഇപ്പൊ സെപ്പറേറ്റ് ആണ്, ഓക്കെ, വി ആർ സെപ്പറേറ്റഡ് ആൻഡ് വി ആർ ഡിവോഴ്സ്ഡ്. ഇനിയിപ്പോ എന്താ, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ക്ലാരിഫിക്കേഷൻ വന്നില്ലേ? ഇനി അതിനകത്ത് നമ്മൾ പ്രോബ്ലംസ് അറിയുന്നില്ല, അത് നിങ്ങളുടെ പേഴ്സണൽ ഉള്ള കാര്യങ്ങളാണ്. ഡസന്റ് മാറ്റർ. എങ്കിലും ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ, അതോ മെസ്സേജ് അയക്കാറുണ്ടോ? ഇപ്പൊ ചിലരങ്ങനെ ചെയ്യാറുണ്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. എങ്കിലും ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ കോൺടാക്ട് വെക്കാറുണ്ടോ എന്നുള്ളത്? നിങ്ങൾ സ്നേഹിച്ച് കിട്ടിയവരാണ്, അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് വെക്കാറുണ്ടോ ഇപ്പോഴും? എന്തെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പോയാടാ മര്യാദക്ക് നീ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ട ചേട്ടാ. അതെ, നീ ചോദിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. അവസാനം ക്യാപ്ഷൻ ഇത് വരാൻ വേണ്ടിയല്ലേ, നീച്ചിനും വരതിയും വേറെ പിരിഞ്ഞു. പിന്നെ ഒന്നാമത് ആ ഒരു പോർഷൻ ഞാൻ സംസാരിക്കാനേ ആഗ്രഹം. ശരി ചേട്ടാ, അത് വേണ്ട. എന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അന്ന് ഐശ്വര്യ കല്യാണം കഴിച്ചേ? ഐശ്വര്യനെ അത് ആ ഫേസ്ബുക്കിൽ കാണാൻ നിങ്ങൾ ഐശ്വര്യ കല്യാണം കഴിച്ചെന്ന് മൊത്തം നിങ്ങൾ ഇപ്പൊ എന്താണ് ഐശ്വര്യ ഞാൻ കല്യാണം കഴിച്ചു, എന്താ ഇപ്പൊ അവൾ എന്റെ ഭാര്യയായിട്ട് ഇവിടെ ഞാൻ കല്യാണം കഴിച്ചാണ്? അല്ല, അതങ്ങോട്ട് പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്. ഞാൻ ഐശ്വര്യ കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ല ദമ്പതികളായിട്ട് പോകുന്നു. അവള് അച്ഛനും ഒക്കെ ആയിട്ടും നല്ല കമ്പനിയാണ്. വീട്ടിലകത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്ന കുട്ടിയാണ്. പിന്നെ അവളുടെ വീട്ടിൽ പിന്നെ അവളുടെ അച്ഛൻ ഇടക്ക് വരും. ഇടക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ കുറച്ച് റഫായിട്ടൊക്കെ. ഇത് ചങ്ങായി പറയുന്നത് എന്താ അറിയാമോ? സീരിയലേ അല്ലാതെ നല്ലൊരു കണ്ടന്റ് കിട്ടിയെന്ന് വിചാരിച്ചടാ. അല്ല, പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് എന്തോ 2 തൊട്ടിൽ വെളിയിരിക്കുന്നത് അപ്പോഴെനിക്ക് മനസ്സിലായത് സീരിയലിലെ കഥാപാത്രത്തെ കുറിച്ച്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒന്നിച്ച് നമ്മള് കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നമ്മള് ചിലപ്പോൾ ഇവരുടെ കൂടെ റീലൊക്കെ ചെയ്യും. റൊമാൻറ്റിക് ആയിട്ടുള്ള റീൽസ് ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ ലൊക്കേഷനിലുള്ള ആൾക്കാരുടെ കൂടെ അല്ല, അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ട് എല്ലാം എടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ചേട്ടാ റീൽ എടുക്കാം, നമ്മൾ റീൽ എടുക്കും. അപ്പോൾ അത് നമ്മൾ അഭിനയിക്കുന്നല്ലേ, അപ്പൊ ആ അഭിനയത്തിന്റെ ഗുണമല്ലേ അത്.
നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഇവരെന്തോ ഉണ്ട് എന്ന് തോന്നുന്നതേ. അത് തീർച്ചയായിട്ടും നമ്മളെ അഭിനയത്തിന് ഗുണമല്ലേ. അവള് ഭർത്താവ് നമ്മളെ വ്യാസൻ വാസു ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കല്യാണത്തിലൊക്കെ പോയി. കല്യാണത്തിന് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ട്, ഭയങ്കര വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണ്. ഉണ്ടായിരുന്നു. അപ്പൊ കൈപിടിച്ച് ഏൽപ്പിച്ചതാണ് അവനെ. അതെ. എന്റെ ഒരു അനിയത്തി കുട്ടിയാണത്. അതെ. എന്തിനാണ് ഇങ്ങനെ അപവാദം പറയും? എന്നോടൊക്കെ ഒരു ഡയറക്ടർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ജിഷ്ണേ കൺഗ്രാറ്റ്സ്. ഞാൻ വെച്ചാൽ കൺഗ്രാറ്റ്സാ, പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞല്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു എപ്പാ. ചേട്ടാ പറഞ്ഞതിനകത്ത് ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്ക് പറയാൻ പറ്റൂല എന്നുള്ള വ്യക്തിപരമായ വിഷയം. ചേട്ടാ, ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോസ് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. ഞാനും കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഞാനും കുട്ടിയും മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഫോട്ടോ ഇടുമ്പോൾ അവള് ദുബായിലാണ്, പേര് ഡബിൾ എന്നേ മാത്രമേ ഞാൻ പറയുന്നത്. ഫോട്ടോ ഇട്ടപ്പോൾ എൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം കൊടുക്കുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവന്റെ കല്യാണം കഴിഞ്ഞു, അവൻ വേറെ താമസിക്കുന്നു, അങ്ങനെ എങ്ങനെയൊക്കെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ തന്നെ, അത് എനിക്കോ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഒരാളെ ഫോട്ടോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കണമെന്നുണ്ട്. ചേട്ടൻ പറഞ്ഞില്ലേ, അതിനകത്ത് ആ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളതല്ലോ. ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചേട്ടന് വരുന്ന പോലെ ഈ ഐശ്വര്യമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കുറേ മെസ്സേജ് വന്നു. ജിഷിൻ വെറുതെ ഒഴിഞ്ഞു, എന്തായാലും ജിഷിൻ രക്ഷപ്പെട്ടു, ജിഷിൻ അതാണ് ചേരുന്നത്, ഐശ്വര്യമാണ് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന് മെസ്സേജ്, ഏതെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സീരിയലാണ്, അഭിനയമാണെന്ന് പറഞ്ഞു. എന്തിനെ അത് ഈ കമന്റ് ഇട്ടവർക്കും അറിയാം ഇത് സീരിയലാണ്, അഭിനയമാണ്, അവരൊന്നിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു സുഖം വെറുതെ ടൈപ്പ് ചെയ്ത് ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. ഇപ്പൊ സത്യം അല്ലേ, ശരിയല്ലേ? ഒരാള് ഇങ്ങനെ ഇടുന്നു, അവർക്ക് അറിയാം നമ്മളൊന്നിച്ച് അഭിനയിക്കുന്നത്. എന്നാലും അത് ഇടുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സന്തോഷം ഉണ്ടല്ലോ, അവരങ്ങ് സന്തോഷിക്കട്ടെ. ഇപ്പൊ നമ്മൾ അതിന്റെ അടിയിൽ പോയിട്ട് എന്തെങ്കിലും ഇതിന് റിബലായിട്ട് എന്തെങ്കിലും ഒരു അതിന്റെ അടിയിൽ കിട്ടിയല്ലോ ഒരാളെ എന്ന് വെച്ചാൽ നമ്മളതിൽ പോയി കൊളുത്താൻ വേണ്ടിയാണ്. കൊളുത്താതെ ഇഗ്നോർ ചെയ്യുക, അതിൻ്റെതായ ഇഗ്നോർ ചെയ്യുക. അത്രേ ഉള്ളൂ. അത് എന്തൊക്കെ പറയുന്നുണ്ടോ, ഈ പറയാനാണോ പ്രയാസം? എല്ലാവർക്കും പറയാൻ എന്ത് എളുപ്പമാണ്, ബാക്കി അനുഭവിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരല്ല. ഞാൻ കാണാറുണ്ട് ചില റീൽസും ഇതൊക്കെ വരുമ്പോഴേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ചിലർ റീൽസ് ചെയ്യുന്നത് വളരെ മോശമായിട്ടൊക്കെ ആയിരിക്കും, ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ കോമാളിയായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന്റെ കമന്റ് വായിച്ച് ചിരിക്കും കേട്ടോ, അതുവരെ. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ആലോചിക്കും, ഈ കമന്റ് ഈ റീല് ചെയ്ത ആൾ കാണുന്നുണ്ടാവില്ല, നിനക്കൊന്നും വേറെ പണിയില്ലടാ, പിന്നെ ഇത് പൊക്കോടാ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ്, ഇതിന്റെ അടിയിൽ കുറെ കമന്റുകൾ വരുന്നു. എന്ത് പുല്ലെങ്കിലും ചെയ്, എനിക്ക് വൈഫൈ ഫ്രീയാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഈ കാണുന്ന ഇത് ചെയ്ത ആൾ അതൊക്കെ കാണുന്നുണ്ടാവില്ല, അയാൾക്ക് എത്ര വിഷമം ഉണ്ടാവും. അതൊന്നും ആലോചിക്കട്ടെ. ഇപ്പൊ ഈ ഒരു കമന്റ് ഇടുന്ന ആളെ പറ്റി നമ്മള് അവരുടെ അതിന്റെ അടിയിൽ പോയിട്ട് ഒരു കമന്റ് ഇട്ട് അപ്പ അറിയോ അതിന്റെ ഒന്ന് അവരുടെ ഏതെങ്കിലും ഒരു ഫോട്ടോന്റെ അടിയിൽ പോയിട്ട് നീ ഇങ്ങനെ ആടാ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ റിയാക്ട്. നമ്മൾ ഇത്രയും വർഷമായതുകൊണ്ട്, ഇത്രയും പിന്നെ ഗോസിപ്പുകൾ കേട്ട് നമുക്ക് തഴക്കവും പഴക്കവും ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്കും അത്രേ ഉള്ളൂ. കുറെ വർഷമായിട്ട് കാലമായിട്ട് മറ്റേ എന്തൊക്കെ ഞാൻ പരിചയപ്പെടുന്ന ഗോസിപ്പിലൂടെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും. ഒരു 3 വർഷം മുമ്പ് എറണാകുളത്ത് ഇന്റർവ്യൂ എടുത്തപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് അന്നേരം അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ, നിങ്ങളെ പരിചയപ്പെടുത്തിയവരൊക്കെ. എന്നിട്ട് ഒരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു, അത് ഇതുവരെ വന്നിട്ടില്ല. ഓർമ്മയുണ്ടോ? 5 നായകന്മാർ വരുന്ന ഒരു സീരിയൽ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെ വന്നിട്ടില്ല. അതാണ് ജിഷിൻ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അത് 3 വർഷം മുമ്പ് എന്നോട് പറഞ്ഞത്. പക്ഷെ ആ സീരിയൽ എനിക്ക് തോന്നുന്നു താങ്കളെ ഒഴിവാക്കിയിട്ട് തുടങ്ങി തോന്നുന്നു, നടന്നിട്ടില്ല. അതല്ലേ, അത് തുടങ്ങിയായിരുന്നു, അങ്ങനെ എന്തോ തുടങ്ങിയായിരുന്നു, പിന്നെ അത് നിന്നു. അത് ടെലികാസ്റ്റ് അത്രേ ഉള്ളൂ. എല്ലാം കർമ്മയാണ്. നമ്മൾ ചെയ്യുന്ന എന്താണ്, വരും, എല്ലാവർക്കും വരും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല.